Hello everyone, once again welcome back to MLT Academy. So നമ്മുടെ PSC examination for lab technician grade 2 is almost ahead. ഒരു 3 or 4 days മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബയോകെമിസ്ട്രി വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. I hope it was useful for you. And now we are going to discuss about cytology syllabus based workout and discussion. And ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, വോയിസ് ആയിട്ടായിരിക്കും പറയുന്നത്. സോ ഇഫ് യു വോണ്ട് യു ക്യാൻ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. എന്നിട്ട് നിങ്ങളത് നന്നായി തറവായിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ബിക്കോസ് സമയപരിധി കൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് റിവ്യൂ കൊടുക്കാത്തത്. ആൻഡ് എല്ലാ റിവ്യൂസിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും നമ്മൾ വോയിസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 1. Scrapings belong to dash type of cytology samples. Option A, exfoliative cytology, B, aspiration cytology, C, abrasive cytology, and D, impression smear cytology. So ഈ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് 4 ടൈപ്സ് ഓഫ് സൈറ്റോളജി സാമ്പിൾസ് ആണ്. സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി. എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓർഗൻ്റെ എപ്പിത്തീലിയത്തിൽ നിന്ന് നമ്മൾ ഷെഡ് ചെയ്യുന്ന സെൽസിനെ കുറിച്ച്, ഓൾറെഡി ഷെഡ് ചെയ്ത സെൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബൈ നാച്ചുറൽ എക്സ്ഫോളിയേഷൻ. ആൻഡ് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട് ആണെങ്കിൽ vaginal pool material, okay, and respiratory tract ആണെങ്കിൽ സ്പ്യൂട്ടം, യൂറിനറി ട്രാക്ട് ആണെങ്കിൽ വോയിഡഡ് യൂറിൻ്റെ അകത്ത് യൂറിനറി ട്രാക്ട് എപ്പിത്തീലിയത്തിനകത്തുള്ള സെൽസ് ഷെഡ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് എഫ്യൂഷൻസ് ആസ് വെൽ ആസ് ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? CSF, സൈനോവിയൽ, പെരികാർഡിയൽ, പ്ലൂറൽ, പെരിറ്റോണിയൽ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിക്ക് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ആസ്പിറേഷൻ സൈറ്റോളജിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ FNAC, ദാറ്റ് ഇസ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അതായത് ഒരു ഫൈൻ നീഡിൽ യൂസ് ചെയ്തിട്ട് ഒരു ഓർഗൻ്റെ അല്ലെങ്കിൽ ഒരു നൊഡ്യൂളിൻ്റെ സ്മിയർ നമ്മൾ അല്ലെങ്കിൽ സെല്ലുലാർ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ആസ് ആസ്പിറേഷൻ സൈറ്റോളജി. ആൻഡ് എബ്രാസീവ് സൈറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ മെക്കാനിക്കലി വി ആർ ഇൻഡ്യൂസിങ് എക്സ്ഫോളിയേഷൻ ബൈ യൂസിങ് സർട്ടൻ ഡിവൈസസ് ലൈക്ക് എ ബ്രഷ് ഓർ എ സ്ക്രേപ്പർ. അപ്പോൾ നമ്മൾ cervical സ്മിയർ എല്ലാം കളക്ട് ചെയ്യുന്ന ayre, spatula, ഇതെല്ലാം ഒരു സ്ക്രേപ്പിങ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ എബ്രാസീവ് സൈറ്റോളജിക്ക് കോമൺലി വരുന്ന 2 എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രഷിങ്സും അതുപോലെ തന്നെ സ്ക്രേപ്പിങ്സുമാണ്. ഓക്കെ, ആൻഡ് സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എബ്രാസീവ് സൈറ്റോളജി. ഇംപ്രഷൻ സ്മിയർ സൈറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിൽ നിന്നൊക്കെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത് ഗ്ലാസ് സ്ലൈഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ കൊടുത്തിട്ട് മാത്രം നമ്മൾ സാമ്പിൾ എടുക്കുന്നതിനെയാണ് ഇംപ്രഷൻ സ്മിയർ സൈറ്റോളജി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ബേസിക്കലി ദ 4 types of cytology sample collection. And question number 2, the collection of fluid specimen in a medium that will preserve the morphology up to slide preparation is called option A, fixation, B, dehydration, C, prefixation, and D, none of the above. So basically ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് prefixation ആണ്. അതായത് ഫ്ലൂയിഡ് സ്പെസിമെനെ നമ്മൾ സ്ലൈഡ് പ്രിപ്പറേഷൻ, അതായത് പ്രോസസ്സിങ് ചെയ്യുന്നതിന് മുന്നേ ഫ്ലൂയിഡ് സ്പെസിമെനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രീഫിക്സേഷൻ എന്നുള്ളത്. സോ പ്രീഫിക്സേഷൻ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഏതൊക്കെ പ്രീഫിക്സേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 50% ഈത്തൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാക്കോമാനോസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഷാൻഡൻ മ്യൂക്കോലെക്സ് എന്ന് പറയുന്ന ഒരു കമേഴ്ഷ്യലി അവൈലബിൾ പ്രീഫിക്സേറ്റീവ് ഇസ് ഓൾസോ യൂസ്. സോ ഈ 3 പ്രീഫിക്സേറ്റീവ് ആണ് സൈറ്റോളജിക്കൽ സാമ്പിൾ പ്രിസർവേഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, സൈറ്റോസെൻട്രിഫ്യൂജ് പ്രിപ്പറേഷൻ യൂഷ്വലി കോൺസെൻട്രേറ്റ് സെൽസ് ഓവർ എൻ ഏരിയ ഓഫ് option A, 13 mm, B, 20 mm, C, 6 mm, and D, 10 mm. സോ ബേസിക്കലി നമുക്കറിയാം സൈറ്റോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. നോർമൽ സെൻട്രിഫ്യൂഗേഷൻ വരുന്നുണ്ട്, സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ വരുന്നുണ്ട്, ഫിൽട്രേഷൻ വരുന്നുണ്ട്, സെൽ ബ്ലോക്ക് ടെക്നിക് വരുന്നുണ്ട്, ആൻഡ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജിയും വരുന്നുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈറ്റോസെൻട്രിഫ്യൂജ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര ഏരിയയിലാണ് നമ്മൾ സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 mm ആണ്. 6 mm ഏരിയയിലാണ് നമ്മൾ സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു ഹൈ വോളിയം സാമ്പിൾസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ, ഒരുപാട് ഫ്ലൂയിഡ് കണ്ടൻറ്റ് ഉള്ള അല്ലെങ്കിൽ സെല്ലുലാർ മെറ്റീരിയൽ എല്ലാം അബണ്ടൻ്റ് ആയിട്ടുള്ള സാമ്പിൾസ്, അതും ഒരുപാട് വോളിയത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെൻട്രിഫ്യൂഗേഷൻ മാത്രമാണ് ചെയ്യുന്നത്. അതൊരു 5 minutes സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സെഡിമെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ സ്മിയർ പ്രിപ്പയർ
ചെയ്യുന്നു. അതേസമയം ഹൈപ്പോസെല്ലുലാർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ, അതായത് സെല്ലുലാർ കണ്ടന്റ് വളരെ കുറവുള്ള ഫ്ലൂയിഡ്, ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് CSFും അതുപോലെ തന്നെ യൂറിൻ സാമ്പിളും. ഇതിലെല്ലാം സെല്ലുലാർ കണ്ടന്റ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സെൽസിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ദം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സൈറ്റോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഒരു 12 സ്ലൈഡ്സ് വരെ നമുക്ക് അറ്റ് എ ടൈം ഒരു സൈറ്റോ സെൻട്രിഫ്യൂജിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജ്. ആൻഡ് 6 മില്ലിമീറ്റർ ഏരിയയിലാണ് നമ്മൾ സൈറ്റോ സെൻട്രിഫ്യൂജ് സാമ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ സൈറ്റോ സെൻട്രിഫ്യൂജ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സൈറ്റോ ഫണൽ ഉണ്ടാകും, പിന്നെ ഒരു ഫിൽറ്റർ കാർഡ് ഉണ്ടാകും, പിന്നെ സ്ലൈഡും സ്ലൈഡ് ക്ലിപ്പും. ഈ എല്ലാം കൂടി നമ്മൾ റീജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈറ്റോ സെൻട്രിഫ്യൂജിൽ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈറ്റോ സെൻട്രിഫ്യൂജ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഷാൻഡൻ സൈറ്റോ സെൻട്രിഫ്യൂജ്, അതന്നെ 3 ടൈപ്സ് ഉണ്ട്. ഷാൻഡൻ സൈറ്റോ സെൻട്രിഫ്യൂജ് 1, 2 and 3. പിന്നെ അതുപോലെ തന്നെ വെസ്കർ സൈറ്റോ പ്രോ, അതൊരു ടൈപ്പ് ഓഫ് സൈറ്റോ സെൻട്രിഫ്യൂജ് ആണ്. ഹെറ്റിക് സൈറ്റോ സെൻട്രിഫ്യൂജ് ആൻഡ് ലീവ്സ് സെൻട്രിഫ്യൂഗൽ സൈറ്റോളജി ബക്കറ്റ്സ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈറ്റോ സെൻട്രിഫ്യൂജിൻ്റെ പേരുകളാണ്. നൗ രണ്ടാമത്തെ അല്ലെങ്കിൽ അടുത്തൊരു ടെക്നിക്കാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ്. അതിൽ തന്നെ ഇറ്റ് കംസ് ജെൽമാൻ ഫിൽറ്റേഴ്സ്, മില്ലിപ്പോ ഫിൽറ്റേഴ്സ്, ന്യൂക്ലിയോപ്പോ ഫിൽറ്റേഴ്സ് എല്ലാം അതർ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ സൈറ്റോളജിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ടെക്നിക്കാണ് സെൽ ബ്ലോക്ക് ടെക്നിക്സ്. സെൽ ബ്ലോക്ക് ടെക്നിക് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഫിക്സഡ് സെഡിമെൻറ്റ് മെത്തേഡ്, ബാക്ടീരിയൽ അഗാർ മെത്തേഡ്, കോമ്പാക്ട് സെൽ ബ്ലോക്ക് ടെക്നിക് അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് സെൽ ബ്ലോക്ക് ടെക്നിക്, ദെൻ പ്ലാസ്മ ത്രോംബിൻ ക്ലോട്ട് മെത്തേഡ് എന്നെല്ലാം പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ബ്ലോക്ക് ടെക്നിക്സ് ആണ്. പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു മെത്തേഡാണ് ഇംപ്രൂവ്ഡ് മെത്തേഡ് ഓർ ദി അഡ്വാൻസ്ഡ് മെത്തേഡാണ് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി എന്ന് പറയുമ്പോൾ അതിൽ FDA അപ്രൂവ് ചെയ്തിട്ടുള്ള 2 മെത്തേഡ്സ്, കോമൺലി യൂസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് തിൻ പ്രെപ്പ് മെത്തേഡ് ആൻഡ് ഷ്യൂർ പാത്ത് മെത്തേഡ്. ഓക്കെ, തിൻ പ്രെപ്പ് ആൻഡ് ഷ്യൂർ പാത്ത് ആണ് കോമൺലി യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്. തിൻ പ്രെപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫിൽട്രേഷൻ ചെയ്തതിന് ശേഷം വാക്യൂം പാക്ഡ് ആയിട്ടുള്ള സെൽസിനെ ഒരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ അതിനെ സ്ലൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് സെൽ ഡിസ്പേർഷൻ, സെൽ കളക്ഷൻ ആൻഡ് സെൽ ട്രാൻസ്ഫർ. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് തിൻ പ്രെപ്പിനുള്ളത്. അതേസമയം ഷ്യൂർ പാത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ സെൻട്രിഫ്യൂഗേഷനും സെഡിമെൻറ്റേഷനും എല്ലാം പെർഫോം ചെയ്യുന്നത്. സോ ഇതിനകത്ത് തന്നെ മറ്റ് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, 13 മില്ലിമീറ്ററും 20 മില്ലിമീറ്ററും. അപ്പം FDA റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഈ 2 മെത്തേഡ് ആയിട്ടുള്ള തിൻ പ്രെപ്പും ഷ്യൂർ പാത്തും. ഇതിൽ തിൻ പ്രെപ്പിലാണ് നമ്മൾ 20 മില്ലിമീറ്റർ ഏരിയയിൽ സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് തിൻ പ്രെപ്പ് മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് മെത്തനോൾ ആണ്. അതേസമയം ഷ്യൂർ പാത്ത് മെത്തേഡിലാണെങ്കിലാണ് നമ്മൾ 13 മില്ലിമീറ്റർ ഏരിയയിൽ സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അവിടെ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഇസ് എത്തനോൾ. പിന്നെ നമ്മൾ നോർമൽ സ്മിയറിലാണെങ്കിൽ എന്താണ്, റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു പ്രത്യേക ഏരിയയിലല്ല നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നോർമലി നമ്മൾ സെർവിക്കൽ സ്മിയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സെല്ലുലാർ മെറ്റീരിയൽ നമ്മൾ നോർമലി സ്മിയർ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവിടെ റാൻഡം ആയിട്ടാണ് സെൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരു പ്രത്യേക സർക്കുലർ ഏരിയയിലല്ല. ബട്ട് ദ ഡിഫറൻസ് ഇസ് സൈറ്റോ സെൻട്രിഫ്യൂജിലാണെങ്കിൽ അവിടെ 6 മില്ലിമീറ്റർ ഏരിയയിലാണ് സെൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഷ്യൂർ പാത്തിലാണെങ്കിൽ 13 മില്ലിമീറ്റർ ഏരിയ ആൻഡ് തിൻ പ്രെപ്പിലാണെങ്കിൽ 20 മില്ലിമീറ്റർ ഏരിയയിലാണ് സെൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതിൻ്റെ എല്ലാം വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, തിൻ പ്രെപ്പിൻ്റെയും ഷ്യൂർ പാത്തിൻ്റെയും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു കൺവെൻഷണൽ സൈറ്റോളജി സ്മിയേഴ്സ് ആർട്ടിഫാക്ട്സിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെൽ സ്റ്റെയിൻഡ് അല്ലെങ്കിൽ നല്ല സെല്ലുലാർ ഡിസ്ട്രിബ്യൂഷനുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു സ്മിയർ ആയിരിക്കും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് സ്ക്രീനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് നോട്ട് ദ നെയിംസ്. ഫോക്കൽ പോയിന്റ് സ്ലൈഡ് പ്രൊഫൈലർ, അതേപോലെ തന്നെ തിൻ പ്രെപ്പ് ഇമേജിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഓട്ടോമേറ്റഡ് സ്ക്രീനിങ് മെത്തേഡ്സിൻ്റെ പേരുകളാണ്. ഓക്കെ, കമ്മിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. Coating fixatives are usually sprayed over a smear at a distance of option A 25 to 30 cm, B 10 to 12 cm, C 15 to 20 inches and D 5 centimeters. So coating fixatives are also called as spray fixative. അത് യൂഷ്വലി എയറോസോൾസ് അല്ലെങ്കിൽ ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫിക്സേറ്റീവ് ആയിരിക്കും. ആൻഡ് ഈ കോട്ടിംഗ് ഫിക്സേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഡ്യുവൽ ആക്ഷനാണ്, 2 ആക്ഷനാണ്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ആൽക്കഹോൾ കണ്ടന്റ് സ്മിയറിനെ ഫിക്സ് ചെയ്യുകയും രണ്ടാമത്തത് അതിനകത്തുള്ള വാക്സ് ലൈക്ക് സബ്സ്റ്റൻസ്, ഓക്കെ, ഒരു വാക്സ് പോലെയുള്ള സബ്സ്റ്റൻസ് ആ സ്മിയറുടെ മുകളിൽ ഒരു തിൻ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കോട്ടിംഗ് ഫിക്സേറ്റീവ് എന്നുള്ള പേര് വരാനുള്ള കാരണം. ആൻഡ് കോട്ടിംഗ് ഫിക്സേറ്റീവിന് 2 ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന്
കാർബോവാക്സ് ഫിക്സേറ്റീവ് ആണ്. കാർബോവാക്സ് ഫിക്സേറ്റീവിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇസ് പോളിഎത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡയഫീൻ ഫിക്സേറ്റീവ്. ഡയഫീൻ ആൻഡ് കാർബോവാക്സ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് കോട്ടിംഗ് ഫിക്സേറ്റീവ്. ആൻഡ് കോട്ടിംഗ് ഫിക്സേറ്റീവ് യൂഷ്വലി സ്പ്രേ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദി ആൻസർ ഇസ് 25 to 30 സെന്റിമീറ്റേഴ്സ്. ഈ 25 to 30 സെന്റിമീറ്റേഴ്സ് ഇഞ്ചസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് 10 to 12 ഇഞ്ചസ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഇത് രണ്ട് രീതിയിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്, 10 to 12 ഇഞ്ചസും അതുപോലെ തന്നെ 25 to 30 സെന്റിമീറ്റേഴ്സും. ഓക്കെ, ദെൻ കോട്ടിംഗ് ഫിക്സേറ്റീവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കോട്ടിംഗ് ഫിക്സേറ്റീവ് സ്മിയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിഫോർ സ്റ്റെയിനിങ് വി ഹാവ് ടു റിമൂവ് ദം. അല്ലെങ്കിൽ നമ്മുടെ സ്മിയറിൽ അല്ലെങ്കിൽ സെൽസിനെല്ലാം ഹേസി അപ്പിയറൻസ് ആയിരിക്കും. ന്യൂക്ലിയർ ക്രൊമാറ്റിനൊന്നും നല്ല രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. ഓവറോൾ ആയിട്ടൊരു ഫോഗി അപ്പിയറൻസ് ആയിരിക്കും. സോ ബിഫോർ സ്റ്റെയിനിങ് കോട്ടിംഗ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് സ്മിയറിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു റോൾ മാത്രമാണ്. പക്ഷേ സ്റ്റെയിനിങ്ങിന് മുന്നേ നമ്മൾ ഇതിനെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 95% ഈത്തൈൽ ആൽക്കഹോളിൽ ഓവർനൈറ്റ് സ്ലൈഡിനെ പ്ലേസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കോട്ടിംഗ് ഫിക്സേറ്റീവ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ കോട്ടിംഗ് ഫിക്സേറ്റീവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ഡിസ്റ്റന്റ് ലബോറട്ടറിയിലേക്ക് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്മിയറിനെ മെയിൽ ചെയ്യാനും നമ്മൾ കോട്ടിംഗ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഇഫ് കോട്ടിംഗ് ഫിക്സേറ്റീവ് അവൈലബിൾ അല്ല എങ്കിൽ രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ മെത്തേഡാണ്. ഓക്കെ, അപ്പം അൺസ്റ്റെയിൻഡ് സ്മിയേഴ്സിനെ ഒരു ഡിസ്റ്റന്റ് ലബോറട്ടറിയിലേക്ക് മെയിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒന്ന് കോട്ടിംഗ് ഫിക്സേറ്റീവും രണ്ട് ഗ്ലിസറിൻ മെത്തേഡും. സോ ഇവിടെ ചോദിച്ച ചോദ്യം കോട്ടിംഗ് ഫിക്സേറ്റീവ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ സ്മിയറിലേക്ക് സ്പ്രേ ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് 25 to 30 സെന്റിമീറ്റേഴ്സ് ഓർ 10 to 12 ഇഞ്ചസ്. Now question number 5. Saccharomano's fixative contains option A 50% alcohol and 2% carbowax, 70% alcohol and 2% carbowax, 95% alcohol and 5% carbowax, and 80% alcohol and 3% carbowax. So Saccharomano's fixative എന്ന് പറയുന്ന സമയത്ത് നോർമലി നമ്മൾ സ്പ്യൂട്ടം സ്മിയേഴ്സ് എല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രീ ഫിക്സേറ്റീവ് ആണ്. ആൻഡ് ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് 50% ആൽക്കഹോൾ ആൻഡ് 2% carbowax. ഇവിടെ നമ്മൾ carbowax 1540 എന്ന് പറയുന്ന ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ബെയിൽസ് മെത്തേഡ്, BALES, ബെയിൽസ് മെത്തേഡ്. ബെയിൽസ് മെത്തേഡിൽ നമ്മളത് സെക്കൻഡ് ഓപ്ഷൻ 70% ആൽക്കഹോളും 2% കാർബോവാക്സും ഉപയോഗിക്കുന്നത് സാക്കോമാനോസ് ടെക്നിക്കിൻ്റെ ഒരു മോഡിഫിക്കേഷനായ ബെയിൽസ് മെത്തേഡിനാണ്. അത് നമ്മൾ യൂറിനറി സെഡിമെൻസിൻ്റെ പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമ്മൾ ബെയിൽസ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, now question number 6. Carnoy's fixative contains ethanol, chloroform and glaciolic acid in the ratio option A 8:1:1, B 6:3:1, C 6:2:2 and D 5:3:2. സോ കാർനോയ്സ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാർനോയ്സ് ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തു കഴിഞ്ഞു. അത് ഓൾറെഡി നിങ്ങൾ നോട്ട് ചെയ്യുക. എത്തനോളും ക്ലോറോഫോമും ഗ്ലേഷ്യലസ്റ്റിക് ആസിഡും ECG എന്ന് നോട്ട് ചെയ്താൽ മതി. ഓർ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ACG എന്നും പറയാം. സോ ACG ഓർ ECG എന്നുള്ളതാണ് കാർനോയ്സ് ഫിക്സേറ്റീവിൻ്റെ കണ്ടന്റ്. അത് പ്യുവർലി ഒരു ആൽക്കഹോൾ ബേസ്ഡ് ഫിക്സേറ്റീവ് ആണ്, എക്വസ് ഫിക്സേറ്റീവ് അല്ല. ആൻഡ് അതിനകത്ത് ഈ മൂന്ന് കണ്ടന്റും അടങ്ങിയിരിക്കുന്നത് എന്ത് പ്രപ്പോർഷനിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദി ആൻസർ ഇസ് 6:3:1. അതായത് 100 ml കാർനോയ്സ് ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ 60 ml എത്തനോളും 30 ml ക്ലോറോഫോമും 10 ml ഗ്ലേഷ്യലസ്റ്റിക് ആസിഡുമാണ് അടങ്ങിയിരിക്കുന്നത്. ആൻഡ് കാർനോയ്സ് ഫിക്സേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹെമറാജിക് സാമ്പിൾസിനെ അല്ലെങ്കിൽ RBC കണ്ടന്റ് കൂടുതലുള്ള സാമ്പിൾസിനെ, അതായത് RBCൻ്റെ ഒബ്സ്ക്യൂറേഷൻ കാരണം നമുക്ക് മറ്റുള്ള സെൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള സ്പെസിമൻ ആണെങ്കിൽ ബ്ലഡി ഓർ ഹെമറാജിക് സാമ്പിൾസിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർനോയ്സ് ഫിക്സേറ്റീവ് ഉപയോഗിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് ഫിക്സേറ്റീവ് ആണ്. ആൻഡ് ഇതിനകത്തുള്ള അസിറ്റിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ RBCനെ ലൈസ് ചെയ്ത് കളയും, സോ ദാറ്റ് വി ക്യാൻ സീ ദി അതർ സെൽസ് വെരി ക്ലിയർലി. ആൻഡ് കാർനോയ്സ് ഫ്ലൂയിഡ് നമ്മൾ ജനറലി ഒരു 3 to 5 minutes വരെ നമ്മൾ ഈ ഒരു സ്പെസിമെൻറ്റിനകത്ത് സ്ലൈഡിനെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. 15 minutes കൂടിയിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ ക്രൊമാറ്റിനെല്ലാം ലോസ് ആയി പോകും. ആൻഡ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് നമുക്ക് കാർനോയ്സ് ഫ്ലൂയിഡിന് ആപ്ലിക്കബിൾ ആണ്. അതേസമയം ജെൽമാൻ ഫിൽറ്റേഴ്സും ന്യൂക്ലിയോപോർ ഫിൽറ്റേഴ്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഡിസോൾവ് ആയി പോകും. കാർനോയ്സ് ഫ്ലൂയിഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൽമാൻ ഫിൽറ്റേഴ്സും ന്യൂക്ലിയോപോ ഫിൽറ്റേഴ്സും ഡിസോൾവ് ആയി പോകും. അതേസമയം മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് കാർനോയ്സ് ഫിക്സേറ്റീവ്. കാർനോയ്സ് ഫിക്സേറ്റീവ് അല്ലാതെ ബ്ലഡി സ്പെസിമെൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫിക്സേറ്റീവ് ആണ് ക്ലർക്സ് ഫ്ലൂയിഡ്. ഓക്കെ, ക്ലർക്സ് ഫ്ലൂയിഡും ഇതേപോലെ തന്നെ കാർനോയ്സ് ഫ്ലൂയിഡ് പോലെ തന്നെ നമുക്ക് ബ്ലഡി സാമ്പിൾസ്
സാമ്പിൾസിന് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനകത്തും ഇതേപോലെ തന്നെ ആർ ബി സിനെ അവർ ലൈസ് ചെയ്യുന്നു. ആൻഡ് ദ കണ്ടന്റ് ഈസ് അബ്സല്യൂട്ട് എത്തനോൾ ആൻഡ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഇൻ ദ റേഷ്യോ 3:1. ഓക്കെ, സോ കാർണോയ്സിലാണെങ്കിൽ എത്തനോൾ, ക്ലോറോഫോം ആൻഡ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഇൻ ദ റേഷ്യോ 6:3:1. ക്ലർക്സിലാണെങ്കിൽ എത്തനോൾ ആൻഡ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഇൻ ദ റേഷ്യോ 3:1. ആൻഡ് സം ഡ്രോപ്പ് ഓഫ് HCl is also added. Now question number 7, the minimum fixation time for cytology samples. Option A 1 hour, option B 5 minutes, option C 15 minutes and option D 30 minutes. So the answer for this question is 15 minutes. അപ്പോൾ മിനിമം ഫിക്സേഷൻ ടൈം എത്രയാണെന്നാണ് ചോദിച്ചത്. മിനിമം നമ്മൾ 15 മിനിറ്റ്സ് എങ്കിലും സൈറ്റോളജി സാമ്പിൾസിനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അറിയേണ്ട കാര്യമാണ് ഏതൊക്കെ ഫിക്സേറ്റീവ് ആണ് സൈറ്റോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 95% ഈഥൈൽ ആൽക്കഹോൾ ആണ് ഐഡിയൽ ഫിക്സേറ്റീവ് ഫോർ സൈറ്റോളജി സാമ്പിൾസ് ആൻഡ് 100% എത്തനോൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് എത്തനോളിൻ്റെ കാര്യം നമുക്കറിയാം, ലൈസൻസസ് required to obtain ethanol. And Papanicolaou recommend ചെയ്തിരുന്ന ഒരു ഫിക്സേറ്റീവ് ആയിരുന്നു ഈത്തറും ആൽക്കഹോളിൻ്റെ മിക്സ്ചർ ഇൻ ദ റേഷ്യോ 1:1. പക്ഷേ ഈത്തർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. ആൻഡ് 100% മെത്തനോൾ ഈസ് അനദർ ഫിക്സേറ്റീവ്. അതുപോലെ 80% പ്രൊപ്പനോൾ, ഐസോപ്രൊപ്പനോൾ എല്ലാം യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഡീനച്ചുവേർഡ് ആൽക്കഹോൾ അത് യൂസ് ചെയ്യാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95% എത്തനോളും 5% മെത്തനോളും കൂടെ കൂടിയതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ മിഥൈലേറ്റഡ് സ്പിരിറ്റ്. ഓക്കെ, now question number 8, which of the following is not used as a bluing solution? Bluing solution ആയിട്ട് യൂസ് ചെയ്യാത്ത കെമിക്കൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ലിത്യം കാർബണേറ്റ്, ബി സ്കോട്ട്സ് ടാപ്പ് വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട്, സി ഡൈല്യൂട്ട് HCl ആൻഡ് ഡി അമോണിയം ഹൈഡ്രോക്സൈഡ്. സോ ഇത് പറയുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. രണ്ട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് സ്റ്റെയിനിങ്. പാപ്പനിക്കോലോ സ്റ്റെയിനിങ് എന്ന് പറയുന്ന സമയത്ത് ദർ ആർ ബേസിക്കലി 2 മെത്തേഡ്സ്. ഒന്നെന്ന് പറയുന്നത് പ്രോഗ്രസീവ് സ്റ്റെയിനിങ്ങും രണ്ടെന്ന് പറയുന്നത് റിഗ്രസീവ് സ്റ്റെയിനിങ്ങും ആണ്. പ്രോഗ്രസീവ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാപ്പനിക്കോളോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ സ്റ്റെയിൻ ഇസ് ഹെമറ്റോക്സിലിൻ. ഓക്കെ, സോ ഹെമറ്റോക്സിലിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോഗ്രസീവ് മെത്തേഡ് ആണെങ്കിൽ ന്യൂക്ലിയസിനെ നമ്മൾ ഓവർ സ്റ്റെയിൻ ചെയ്തിട്ട് എക്സസീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ സ്റ്റെയിനെ നമ്മൾ ഒരു ഡിഫറൻഷിയേറ്റിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റിംഗ് സൊല്യൂഷനാണ് ഡൈല്യൂട്ട് HCl. സോ ഡൈല്യൂട്ട് HCl എന്ന് പറയുന്നത് ഒരു ബ്ലൂയിങ് സൊല്യൂഷൻ അല്ല, അതൊരു ഡിഫറൻഷിയേറ്റിംഗ് സൊല്യൂഷനാണ്. സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡൈല്യൂട്ട് HCl. ബാക്കിയുള്ള 3 പോയിന്റ്സും, അതായത് ലിത്യം കാർബണേറ്റ് ആയാലും സ്കോട്ട്സ് ടാപ്പ് വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയാലും അമോണിയം ഹൈഡ്രോക്സൈഡ് ആയാലും അതുപോലെ തന്നെ നോർമൽ ടാപ്പ് വാട്ടർ ആൽക്കലൈൻ pH ആയാലും, അതായത് ഒരു 8 to 8.4 pH കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ബ്ലൂയിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു pHലുള്ള ടാപ്പ് വാട്ടർ ആണെങ്കിലും നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ബ്ലൂയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ബ്ലൂയിങ് ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ റിഗ്രസീവ് മെത്തേഡിലാണ്. അതായത് ന്യൂക്ലിയസിനെ ഡിസൈഡ് ഇൻറ്റൻസിറ്റി വരെ മാത്രം സ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളൊരു ബ്ലൂയിങ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതാണ് ബ്ലൂയിങ് സൊല്യൂഷൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ആൻഡ് 8 to 8.4 pH കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ബ്ലൂയിങ് ചെയ്യുന്നത്. സോ ഡൈല്യൂട്ട് HCl എന്ന് പറയുന്നത് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ പ്രോഗ്രസീവ് സ്റ്റെയിനിങ്, വെറസ് ബ്ലൂയിങ് സൊല്യൂഷൻ ആണ് മറ്റുള്ള 3 ഓപ്ഷൻസും. അത് നമ്മൾ റിഗ്രസീവ് സ്റ്റെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, now question number 9, the time required for ultra fast Papanicolaou staining is option A 10 minutes, option B 90 seconds, option C 5 minutes and option D 15 minutes. So ultra fast Papanicolaou സ്റ്റെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 90 seconds ആണ്. ഓക്കെ, അതേപോലെ ഈ ഒരു പാപ്പനിക്കോളോ സ്റ്റെയിനിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹെമറ്റോക്സിലിൻ ടൈപ്പിനെയാണ് റിച്ചാർഡ് LN ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്നത്. റിച്ചാർഡ് LN ഹെമറ്റോക്സിലിൻ ഇസ് യൂസ്ഡ് ഫോർ അൾട്രാ ഫാസ്റ്റ് പാപ്പനിക്കോളോ സ്റ്റെയിനിങ്. പിന്നെ നമ്മൾ പാപ്പനിക്കോളോ സ്റ്റെയിനിങ്ങും അൾട്രാ ഫാസ്റ്റ് പാപ്പനിക്കോളോ സ്റ്റെയിനിങ് ഒന്നും അല്ലാതെ സൈറ്റോളജിയിൽ നമ്മൾ മറ്റ് പല സ്റ്റെയിൻസും യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഡിഫറൻഷ്യൽ ക്യുക്ക് സ്റ്റെയിൻ. അത് ഫൈൻ നീഡിൽ ആസ്പിറേറ്റ് സാമ്പിളിങ്ങിനൊക്കെ ഓൺ സൈറ്റ് ഇവാലുവേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഫറൻഷ്യൽ ക്യുക്ക് സ്റ്റെയിൻ. അതും ഇതേപോലെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ്. ദെൻ മേ ഗ്രൺവാൾഡ് ഗ്ലെംസ സ്റ്റെയിൻ, അതെന്ന് പറയുന്നത് നമ്മൾ എയർ ഡ്രൈഡ് ആയിട്ടുള്ള ആസ്പിറേറ്റ്സ് ആണെങ്കിൽ എയർ ഡ്രൈഡ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ എയർ ഡ്രൈഡ് ആയിട്ടുള്ള ആസ്പിറേറ്റ്സിനൊക്കെ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുന്നത് MGG സ്റ്റെയിൻ ആണ്, മേ ഗ്രൺവാൾഡ് ഗ്ലെംസ സ്റ്റെയിൻ. Question number 10, the device routinely used for collecting cervical sample. Option A ayre spatula, B cotton swab, C Cervex broom and D Endocervical brush. സോ നമ്മൾ ഇവിടെ ഇതെല്ലാം സെർവിക്കൽ സാമ്പിൾ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ കൂടി റുട്ടീൻലി യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എയർ സ്പാച്ചുല. സോ ദി ക്വസ്റ്റ്യൻ
റുട്ടീൻലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വിൽ ഗോ ഫോർ ദി ഓപ്ഷൻ എയർ സ്പാച്ചുല. ആൻഡ് വാട്ട് ആർ ദി അതർ ടൈപ്സ് ഓഫ് സാമ്പിൾ? നമ്മൾ ഇതിൽ ഓൾറെഡി പറഞ്ഞു എയർ സ്പാച്ചുല ഉണ്ട്. എയർ സ്പാച്ചുല തന്നെ പ്ലാസ്റ്റിക് എയർ സ്പാച്ചുല ആൻഡ് വുഡൻ എയർ സ്പാച്ചുല ആർ അവൈലബിൾ. കോട്ടൺ സ്വാബ് യൂസ് ചെയ്യാം, സെർവിക്സ് ബ്രൂം യൂസ് ചെയ്യാം. സെർവിക്സ് ബ്രൂം എല്ലാം നമ്മൾ തിൻ പ്രപ്പ് അതുപോലെ തന്നെ ഷ്യൂർ പാത്ത് മെത്തേഡ്സിനൊക്കെ ആണെങ്കിൽ സെർവിക്സ് ബ്രൂം തന്നെയാണ് കളക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ദെൻ സൈറ്റോ പ്രപ്പ് ഇൻസ്ട്രുമെന്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. പിന്നെ സെർവിക്കൽ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്ന സൈറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്ഫോർമേഷൻ സോൺ ഓർ ദ സ്ക്വാമോ കൊളംനാർ ജംഗ്ഷൻ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേഷ്യ ലൈക്ക് ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. സോ സെർവിക്കൽ കനാലിൻ്റെ അല്ലെങ്കിൽ സെർവിക്സിൽ നിന്നും നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ക്വാമോ കൊളംനാർ ജംഗ്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ എ സെർവിക്കൽ സ്മിയർ? ഏതൊക്കെയാണ്? സൂപ്പർഫിഷ്യൽ സെൽസ് ഉണ്ടാകും, ഇൻ്റർമീഡിയറ്റ് സെൽസ് ഉണ്ടാകും, പാരാബേസൽ സെൽസും ബേസൽ സെൽസും. ഇതിൽ ബേസൽ സെൽസ് എന്നും പറയുന്നത് കോമൺലി റുട്ടീനായിട്ട് നമ്മൾ നോർമൽ സെർവിക്കൽ സ്മിയറിൽ കാണില്ല. ആൻഡ് എൻഡോസെർവിക്കൽ സെൽസ്, അതായത് എൻഡോസെർവിക്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന സെൽസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എൻഡോസെർവിക്കൽ സെൽസ് എന്ന് പറയുന്നത്. അത് പൊതുവെ കോളംനാർ ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് ആയിരിക്കും. ആൻഡ് ഇത് രണ്ട് പാറ്റേണിൽ കാണാം. ഒന്ന് പാലിസൈഡ് അറേഞ്ച്മെന്റിലും അതേപോലെ തന്നെ ഹണികോംബ് അറേഞ്ച്മെന്റിലും കോളംനാർ സെൽസ് നമുക്ക് അല്ലെങ്കിൽ എൻഡോസെർവിക്കൽ സെൽസ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ സെർവിക്കൽ സ്മിയറിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം, അതുപോലെ തന്നെ തൈറോയിഡ് സ്മിയേഴ്സ് ആയാലും സെർവിക്കൽ സ്മിയേഴ്സ് ആയാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെത്തസ്റ്റ സിസ്റ്റം. ഓക്കെ, ബെത്തസ്റ്റ സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് ഓഫ് സെർവിക്കൽ സ്മിയേഴ്സ്. അപ്പോൾ ആ ഒരു പേരും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. Now question number 11, stain used for the evaluation of hormonal cytology of cervical smears. Option A, differential Quick stain. B, May Grunwald Glemsa stain. C, Papanicolaou stain. And D, Shorr stain. So the answer is Shorr stain. Shorr stain അതേപോലെ Rakoff stain രണ്ട് സ്റ്റെയിൻസ് ആണ് നമ്മൾ ഹോർമോണൽ സൈറ്റോളജിക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന് Shorr stain, രണ്ട് Rakoff stain. So what is hormonal cytology? സെർവിക്കൽ സ്മിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു വുമൻ്റെ ഒവേറിയൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ അബ്നോർമൽ ഹോർമോണൽ പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഹോർമോണൽ സൈറ്റോളജി ഓഫ് സെർവിക്കൽ സ്മിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സൈറ്റോളജിക്കൽ ഇൻഡിസസ് ഉണ്ട്. ലൈക്ക് മെച്യൂറേഷൻ ഇൻഡെക്സ്, കാരിയോപിക്നോട്ടിക് ഇൻഡെക്സ്, യോസ്നോഫിലിക് ഇൻഡെക്സ്, ക്രൗഡഡ് സെൽ ഇൻഡെക്സ്, ഫോൾഡഡ് സെൽ ഇൻഡെക്സ് ആൻഡ് മെച്യൂറേഷൻ വാല്യൂ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഒരുപാട് സൈറ്റോളജിക്കൽ ഇൻഡിസസ് ഉണ്ട്. ആൻഡ് ഇതിന് ഓരോന്നിനും ഓരോരോ പ്രത്യേകത അല്ലെങ്കിൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റോളജിക്കൽ ഇൻഡിസസ് ആണ് മെച്യൂറേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 4 തരത്തിലുള്ള സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ 4 തരത്തിലുള്ള സെൽസ് ആണ് സെർവിക്കൽ സ്മിയറിൽ കാണുന്നത്. ബേസൽ, ഇന്റർമീഡിയറ്റ്, സൂപ്പർഫിഷ്യൽ ആൻഡ് പാരാബേസൽ സെൽ. ഇതിൽ ബേസൽ ഇസ് ടു ഇന്റർമീഡിയറ്റ് ഇസ് ടു സൂപ്പർഫിഷ്യലിൻ്റെ റേഷ്യോ, പ്രപ്പോർഷൻ, അതിനെയാണ് നമ്മൾ മെച്യൂറേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ബേസൽ ബാർ ഇന്റർമീഡിയറ്റ് ബാർ സൂപ്പർഫിഷ്യൽ സെൽ, 100 സെൽസ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ബേസൽ, എത്ര ഇന്റർമീഡിയറ്റ്, എത്ര സൂപ്പർഫിഷ്യൽ സെൽസ് കിട്ടി എന്നുള്ളതാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പൊതുവേ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പറയാം. റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, മിഡ് സോൺ ഷിഫ്റ്റ്. റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർഫിഷ്യൽ സെൽസ് കൂടുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. അതെന്ന് പറയുന്നത് നോർമൽ ഈസ്ട്രോജൻ ലൈക്ക് ഇഫക്റ്റ് ആണ്. അതേസമയം ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ബേസൽ സെൽസ് കൂടുന്ന കണ്ടീഷൻ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ഇല്ലാത്തൊരവസ്ഥ. ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് മെനോപോസൽ വുമൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അട്രോഫി എന്നൊക്കെ പറയും, അട്രോഫിക് ലൈക്ക് ഇഫക്റ്റ്. അവിടെ ബേസൽ സെൽസിൻ്റെ പ്രപ്പോർഷൻ ആയിരിക്കും കൂടുന്നത്. ആൻഡ് മിഡ് സോൺ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ പ്രോജസ്ട്രോൺ ലൈക്ക് ഇഫക്റ്റ് ആണ്. അതായത് ഇന്റർമീഡിയറ്റ് സെൽസ് കൂടുക, മിഡിലുള്ള സെൽ ഇന്റർമീഡിയറ്റ് സെൽസ് കൂടുക, അതിനാണ് മിഡ് സോൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മളെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എൻഡോമെട്രിയൽ അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു മിഡ് സോൺ ഷിഫ്റ്റ് കാണപ്പെടുന്നത്. ഓക്കെ, so these are the most important points to note in cytology. And hormonal cytology evaluation വേണ്ടി യൂസ് ചെയ്യുന്ന 2 സ്റ്റെയിൻ ഓർത്ത് വയ്ക്കുക, ഷോർ സ്റ്റെയിനും അതേപോലെ തന്നെ റാക്കോഫ് സ്റ്റെയിനും. So thank you all.